പ്രകൃതി എന്നിൽ നിന്നും വേറിട്ട ഒന്നല്ല, ഞാൻ പ്രകൃതിയുടെ ഭാഗമാണ് എന്നും ഒന്നിൻ്റെ അവസാനത്തിൽ നിന്നും മറ്റൊന്നിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രകൃതി എന്നും മനസ്സിൽ രേഖപ്പെടുത്തി പ്രകൃതിയുടെ മനോഹാരിത നിലനിർത്താൻ സുസ്ഥിരമായ ഒരു ജീവിത ശൈലി സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിലെ ജീവൻ്റെയും ആവാസ വ്യവസ്ഥയുടെയും അടിസ്ഥാനമായ ഭൗതിക ലോകമായ പ്രകൃതിയെ തൻ്റെ ജീവശ്വാസമായി കണ്ട മനുഷ്യൻ സ്വരൻ മിഖായേൽ. ഉൽപ്പതിഷ്ണുവായ അയാളുടെ തൃഷ്ണ ശമനം കണ്ടെത്തിയിരുന്നത് ചെംകരിക്കുകളിലായിരുന്നു. ശാരീരികവും മാനസികവുമായ ഉൾച്ചൂടിൻ്റെ ശമനങ്ങളായിരുന്നു അയാൾക്ക് ചെംകരിക്കുകൾ. പ്രകൃതിയുമായി അവിഭാജ്യമായ പരസ്പരാശ്രിതമായ ബന്ധം പുലർത്തി പ്രകൃതിയില്ലാതെ ഞാനില്ല എന്ന തത്വം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചയാൾ. ഒട്ടും കൃത്രിമത്വം ഇല്ലാതെ ജീവിച്ചുകൊണ്ട് തനിമ നിറഞ്ഞ ലാളിത്യമുള്ള ഒരു മനുഷ്യനായി മനസ്സിനുള്ളിൽ ഒരു പച്ചപ്പ് എപ്പോഴും നിലനിർത്തി ക്രിയാത്മകതയുടെ മേച്ചിൽപ്പുറം തേടുന്ന പച്ചയായ ഈ മനുഷ്യൻ പലപ്പോഴും എനിക്കൊരു അത്ഭുതമായിരുന്നു. പ്രകൃതിപരമായ ഒരു പൊട്ടൻഷ്യൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ വിലയം ചെയ്തിരുന്നു. സ്വത്വബോധത്തിൻ്റെ പ്രകൃതിയുമായി ഏറ്റവും ഇണങ്ങിയ ഒരു ജീവിതശൈലി തൻ്റെ ആന്തരികതയുടെ ഭാഗമാക്കി നിസീമമായ അതിരുകളില്ലാത്ത മനോഹരമായ ഒരു ഹരിതഭൂമി തീർത്ത് ആ ഹരിതഭൂമിയുടെ കാവലാളായി തൻ്റെ പ്രതിച്ഛായ തീർത്തു സ്വരൻ മിഖായേൽ. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമുള്ള പുക വായുവിൽ കലർന്ന് നമുക്ക് ശുദ്ധവായു ശ്വസിക്കാനില്ലാത്ത അവസ്ഥ സംജാതമായി ഭൂമിയുടെ രക്ഷാകവചമായ ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നും വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കു തന്നെ ഭീഷണിയാകുന്നു, ഇതുമൂലം ധാരാളം ജീവികൾക്ക് തങ്ങളുടെ വാസസ്ഥലം നഷ്ടമാകുന്നു എന്നും മിഖായേൽ ക്ലാസുകളിലൂടെ ബോധവൽക്കരണം നടത്തി. പ്രകൃതി നമ്മുടെ അമ്മയാണ്. ഈ അമ്മയെ സംരക്ഷിക്കേണ്ടത് മക്കളായ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്നും ഒരാൾക്കും പ്രകൃതിയിൽ നിന്നും അകന്നു മാറി ജീവിക്കാൻ കഴിയില്ല എന്നും മിഖായേൽ പറയുന്നു. ജീവജാലങ്ങളും അവ ജീവിക്കുന്ന പരിതസ്ഥിതിയും അജീവീയ ഘടകങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധവും പ്രതിപ്രവർത്തനവും അടങ്ങുന്ന സംവിധാനമായ
ആവാസ വ്യവസ്ഥയുടെ, അതായത് എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായ സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും മനുഷ്യരും പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് സൊരൻ മിഖായേൽ നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതി സംരക്ഷണവും വിവേകപൂർവം വനം, ജലം, വായു, മണ്ണ് എന്നിവയെ സംരക്ഷിച്ച് സുസ്ഥിരമായ നിലനിൽപ്പിനും കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കുന്നതിനും മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക, മലിനീകരണം തടയുക. കാടും പുഴകളും മലകളും സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമാണ്. ത്രിമൂർത്തി സാന്നിധ്യം നിറഞ്ഞ വൃക്ഷമാണ് വൃക്ഷരാജനായ ആൽമരം. ആൽമരച്ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും മുകളിൽ ശിവനും വസിക്കുന്നു എന്ന് വിശ്വാസം. വായുവിനെ ശുദ്ധീകരിച്ച് ധാരാളം ഓക്സിജനെ ആൽമരം പുറത്തുവിടുന്നു. പരിതസ്ഥിതിക്കും ആരോഗ്യത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന വൃക്ഷമാണ് ആല് എന്ന് ക്ലാസുകളിലൂടെ സൊരൻ മിഖായേൽ നമ്മെ പഠിപ്പിക്കുന്നു. വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കു തന്നെ ഭീഷണിയാണെന്നും ഇതുമൂലം ധാരാളം ജീവികൾക്ക് തങ്ങളുടെ വാസസ്ഥലം തന്നെ നഷ്ടമാകുന്നുവെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തി. മരങ്ങൾ വെട്ടി നശിപ്പിച്ച് അവിടെയൊക്കെ കൂറ്റൻ കെട്ടിടങ്ങൾ പടുത്തുയർത്തുന്നത് ഏറ്റവും വലിയ ദുരവസ്ഥയാണെന്ന് അദ്ദേഹം പറയുന്നു. ബാഹ്യ സൗന്ദര്യമാണ് മയിലിനെ നമ്മുടെ ഇഷ്ടപക്ഷിയാക്കുന്നത്. പക്ഷേ സാമൂഹിക ജീവിയായ മാലിന്യങ്ങൾ കൊത്തിത്തിന്ന് പരിസരം വൃത്തിയാക്കുന്ന ബുദ്ധിയുള്ള കാക്കയെ കറുത്ത നിറത്തിൻ്റെ പേരിൽ മനുഷ്യൻ ഭ്രഷ്ട് കൽപ്പിച്ചു മാറ്റി നിർത്തുന്നു. ഇതും മനുഷ്യൻ്റെ പ്രകൃതിയോടുള്ള ഒരു വല്ലാത്ത ക്രൂരതയല്ലേ? സൊരൻ ചോദിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അവിഭാജ്യവും പരസ്പരാശ്രിതവുമാണ്. പ്രകൃതിയും മനുഷ്യനും പരസ്പര പൂരകങ്ങളും. പ്രകൃതിയെ ആത്യന്തികമായി പഠിച്ച് പ്രകൃതിയിൽ സ്വജീവിതത്തെ സമർപ്പിച്ച് പ്രകൃതിയുടെ കാവലാളായ ഈ മനുഷ്യൻ തന്നെയല്ലേ യഥാർത്ഥ പ്രകൃതി?